ഇന്ത്യൻ പതാക അഗ്നിക്കിരയാക്കി ഇറാനികൾ കാണിച്ചത് കടുത്ത നെറികേട്. ഇസ്രായേലിനൊപ്പം തന്നെ നിന്നതിന്റെ അമർഷമാണ് ഇറാനികൾ ഇന്ത്യൻ പതാക അഗ്നിക്കിരയാക്കിക്കൊണ്ടുള്ള ഈ ഒരു നാടകമായ രംഗങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വൈറലായ വീഡിയോകളിലാകട്ടെ ഇറാനികൾ ഇന്ത്യൻ പതാക കത്തിക്കുന്നത് കാണാൻ സാധിക്കുകയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത്. അവിടെയുള്ള ഇന്ത്യക്കാർ ഇതിനെതിരെ ശബ്ദം ഉയർത്തണമെന്നും ആവശ്യം ഉയരുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ സൈനിക നടപടികൾക്ക് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വീഡിയോയിൽ ചിലരാകട്ടെ ഇന്ത്യൻ ദേശീയ പതാക കത്തിക്കുന്നതിനായി തന്നെ കണക്കാക്കപ്പെടുന്നതായി തന്നെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോയും സ്ഥലവും സമയവും അതിൽ ഉൾപ്പെട്ടവരുടെ വ്യക്തിത്വവും അടക്കം സ്വതന്ത്രമായി തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. വീഡിയോ വ്യാപകമായി തന്നെ പ്രചരിച്ചതോടുകൂടി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ പ്രതികരണങ്ങൾക്ക് ഇത് കാരണമായിരിക്കുകയാണ്. ഇന്ത്യ ഇറാനെതിരെ സൈനിക നടപടികളിൽ പങ്കെടുത്തിട്ടില്ല എന്നും എന്നിട്ടും ഇന്ത്യൻ പതാകയെ ലക്ഷ്യമാക്കി എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ നിരവധി പേർ പങ്കുവയ്ക്കുകയാണ്. ഇതിനിടെ തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷകാലത്ത് ഇന്ത്യയിലെ ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇറാനെ പിന്തുണച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചതും വീണ്ടും ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം അഭിപ്രായങ്ങൾ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ പൊതു നിലപാടിനായി തന്നെ കണക്കാക്കാനാവില്ല. അതേസമയം വൈറലാകുന്ന വീഡിയോകളുടെയും ചിത്രങ്ങളുടെയും ഇതിന്റെ ആധികാരികത പരിശോധിക്കാതെ പ്രചരിപ്പിക്കരുത് എന്നതാണ് വിദഗ്ധർ ഇതിനോടായി തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. യുദ്ധ സാഹചര്യങ്ങളിൽ തെറ്റായ വിവരങ്ങളും പഴയ ദൃശ്യങ്ങളും തെറ്റായ വിവരണത്തോടു കൂടി തന്നെ വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നതിനിടെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വിവരങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കിയ ശേഷം മാത്രമേ അവ പങ്കുവയ്ക്കാവൂ എന്നതാണ് വിദഗ്ധരുടെ നിർദ്ദേശം. ഇറാനെ ആക്രമിക്കുന്നതിൽ ഇന്ത്യ ഒരിക്കലും യുഎസിനും ഇസ്രായേലിനും ഒപ്പം ചേർന്നിട്ടില്ല എന്നും ചിലർ കുറിച്ചിട്ടുണ്ട്. ഇന്ത്യ വിരുദ്ധ മനോഭാവം പുലർത്തുന്ന വ്യക്തികളെ വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് ഇത്തരം വീഡിയോകൾ തെളിയിക്കുന്നതെന്ന് മറ്റ് ചില ഉപഭോക്താക്കൾ ഈ വീഡിയോയ്ക്ക് താഴെ അവകാശപ്പെടുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയോടുള്ള വിദ്വേഷം ചില ആളുകളുടെ സഹജമായ മാനസിക അവസ്ഥയായി തന്നെ മാറിയിരിക്കുന്നുവെന്നും പോസ്റ്റിൽ പറയുന്നു. അതോടൊപ്പം ഇന്ത്യക്കാർ ഇറാന് ഫണ്ടുകളും പിന്തുണയും നൽകിയെന്നും എന്നിട്ട് പോലും ഇന്ത്യൻ പതാകയെ അപമാനിച്ചതായും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇതിലും ഇറാനികളെ അനുകൂലിച്ചെത്തിയ ചിലർ തീവ്ര ഇസ്ലാമിസ്റ്റ് ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വിരോധാഭാസം. അതോടൊപ്പം തന്നെ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതിനാലാണ് ഇറാനികൾ ഇത്തരം പ്രതിഷേധങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത് എന്നതാണ് ഇവിടെ വലിയ രീതിയിൽ ഇവർക്കെതിരെ വിമർശനമായി തന്നെ ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.